ഈശോയിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളെയും പ്രയത്നങ്ങളെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ പ്രത്യേക മധ്യസ്ഥതയിലൂടെ അവിടെ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കൃപ വർഷിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. തിരുസഭ ഇന്ന് വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ തിരുനാൾ കൊണ്ടാടുമ്പോൾ എല്ലാ ജോസഫ് നാമധാരികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒപ്പം യോസേപ്പ് പിതാവ് നിങ്ങളുടെ കുടുംബങ്ങളുടെ സംരക്ഷകനായി ഈ ദിവസം കടന്നു വരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ യോസേപ്പ് പിതാവിനെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുവോ ബഹുമാനിക്കുന്നുവോ അത് ദൈവത്തിന് ഏറ്റവും പ്രീതികരവും പരിശുദ്ധ അമ്മയ്ക്ക് ഏറെ സന്തോഷകരവുമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് വിശുദ്ധരൊക്കെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ യോസേപ്പ് പിതാവിനെ നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്, ദൈവത്തിന്റെ ആഗ്രഹമാണ്. യോസേപ്പ് പിതാവിന്റെ പ്രത്യേക മധ്യസ്ഥതയിലൂടെ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ലഭിക്കും. യോസേപ്പ് പിതാവിന്റെ മധ്യസ്ഥത അനുദിനം അപേക്ഷിക്കുവാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. വിശുദ്ധ യോസേപ്പ് പിതാവിനെ ദൈവം ഉയർത്തിയവനാണ്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് ആ കുടുംബത്തിലെ ദൈവത്തോട് ഏറ്റവും അടുത്ത് ജീവിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ യോസേപ്പ് പിതാവ്. നിശബ്ദനായിരുന്നു എന്നാണ് അപ്രമാണിക ഗ്രന്ഥങ്ങളിലൊക്കെ വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. നിശബ്ദനായി കുടുംബത്തില് ദൈവത്തെ ധ്യാനിച്ച് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതെ ജീവിച്ച യോസേപ്പ് പിതാവ് സഹോദരങ്ങളിൽ നിന്ന് ഏറെ മർദ്ദനങ്ങള്, പീഡനങ്ങള് ഏൽക്കേണ്ടി വന്നു. കുടുംബത്തില് ശല്യം സഹിക്കാതായപ്പോൾ അവിടുന്ന് യോസേപ്പ് പിതാവ് ഓടി കുറച്ചു ദൂരത്ത് ഒരു തച്ചന്റെ അരികിൽ ചെന്ന് ഒരു തച്ചന്റെ ജോലിയൊക്കെ എടുത്ത് ജീവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു സാധാരണ ജീവിതം നയിച്ച, ദൈവത്തെ ഏറെ സ്നേഹിച്ചു, ദൈവത്തോട് അടുത്ത് നിൽക്കാനായിട്ട് ആഗ്രഹിച്ചു. ഭൗതികമായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താഴേക്കിടയിലുള്ള ജോലി എടുത്തുകൊണ്ട് ഒരു സാധാരണക്കാരനായിട്ട് യോസേപ്പ് പിതാവ് ജീവിക്കുന്നത് നമ്മൾ കാണുകയാണ്. ഈ സാധാരണക്കാരനായി ജീവിച്ച യോസേപ്പ് പിതാവിനെ ദൈവം എത്രത്തോളം ഉയർത്തി എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ദൈവത്തിന്റെ പുത്രനായ ഈശോ മിശിഹ അനുസരിച്ചവനായിരുന്നു യോസേപ്പ് പിതാവ്. ദൈവം അനുസരിച്ചവനായ യോസേപ്പ് പിതാവ്, ദൈവം മാനിച്ചവനായ യോസേപ്പ് പിതാവ്, അവന് കീഴ്വഴങ്ങി ദൈവം ജീവിക്കുന്നത് നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം കീഴ്വഴങ്ങി ദൈവം അനുസരിച്ച് ജീവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യോസേപ്പ് പിതാവിനെ ദൈവം അത്യധികം ഉയർത്തി എന്നുള്ളതല്ലേ എന്റെ അർത്ഥം. യോസേപ്പ് പിതാവിനെ ദൈവം അത്യധികം ഉയർത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. യോസേപ്പ് പിതാവിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് എന്താ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എത്ര സാധാരണക്കാരനായാലും, എത്രത്തോളം താഴ്ന്നു എന്ന് നമ്മൾ കരുതിയാലും, ദൈവത്തെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളെയൊക്കെ അത്യധികം ഉയർത്തുമെന്നുള്ളതാണ്. പൂർവ്വപിതാവ് യോസേപ്പിന്റെ കാര്യം നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. 37 മുതലുള്ള അധ്യായങ്ങളിൽ വായിക്കുന്നുണ്ട്. പൂർവ്വപിതാവായ ജോസഫ് കുടുംബത്തില് സഹോദരന്മാരാല് തള്ളപ്പെട്ടവനാണ്. അവനെ കൊല്ലാനായിട്ട് കുഴിയിൽ തള്ളിയിടുകയാണ്. അവിടുന്ന് അവനെ പൊക്കിയെടുത്ത് അടിമയായിട്ട് വിൽക്കുകയാണ്. അതിനുശേഷം അവന്റെ ജീവിതത്തിൽ എന്തെല്ലാം ഉയർച്ചകളുണ്ടായി. ദൈവം അവനെ അത്യധികം ഉയർത്തും നമ്മൾ കാണുകയില്ലേ. ദേശത്തിന്റെയും കുടുംബത്തിനെയും ഒക്കെ അനുഗ്രഹമായിട്ട് ഉയർത്തുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് ചേർന്ന് നിന്നാൽ, ദൈവത്തെ സ്നേഹിച്ചാൽ, ദൈവത്തെ മാനിച്ചാൽ ദൈവം അത്യധികം ജീവിതത്തെ ഉയർത്തുമെന്നുള്ളതാണ് യോസേപ്പ് പിതാവിലൂടെ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത്. ദൈവം നമ്മുടെ ജീവിതത്തെ ഉയർത്തും. ദൈവമാണ് നമ്മുടെ ജീവിതത്തെ ഉയർത്തേണ്ടത്, മനുഷ്യരല്ല, വ്യക്തികളല്ല, നമ്മൾ തന്നെയല്ല നമ്മുടെ ജീവിതത്തെ ഉയർത്തണം. ദൈവം നമ്മുടെ ജീവിതത്തെ ഉയർത്തണമെങ്കിൽ ദൈവത്തെ മാനിച്ച് നമ്മൾ ഓരോരുത്തരും ജീവിക്കണം. യോസേപ്പ് പിതാവ് നീതിമാനായിരുന്നു എന്നാണ് വചനത്തിൽ നമ്മൾ കാണുക. നീതിമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെയും മനുഷ്യനെയും മാനിക്കുന്നവനാ നീതിമാൻ. യോസേപ്പ് പിതാവ് ദൈവത്തെയും മനുഷ്യനെയും മാനിച്ചു. അതുകൊണ്ട് അവനെ ദൈവം അത്യധികം ഉയർത്തുകയാണ്. നമ്മൾ കാണുന്നുണ്ട് മറിയത്തെ എത്രമാത്രം സ്നേഹത്തോടെയും കരുതലോടെയുമാണ് യോസേപ്പ് പിതാവ് കൊണ്ടുപോകുന്നത്.
ഉണ്ണീശോയെ എത്രമാത്രം കരുതൽ നൽകിയാ വളർത്തുന്നത്. മനുഷ്യനെ മാനിച്ചു. മറിയത്തെയും ഉണ്ണീശോയെയും അവൻ സ്നേഹത്തോടെ പരിപാലിക്കുന്നുവെങ്കിൽ ദൈവം നൽകിയ അരുളപ്പാടനുസരിച്ച ദൈവത്തെ മാനിച്ചു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തെ മാനിക്കുവാൻ, മനുഷ്യനെ മാനിക്കുവാൻ നമ്മൾ തയ്യാറായാൽ ദൈവം നമ്മുടെ ജീവിതത്തെ ഉയർത്തുമെന്നുള്ളതാണ് യോസേപ്പിതാവിലൂടെ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യം, യോസേപ്പിതാവ് ഉണ്ണീശോയുമായിട്ട് പോകുമ്പോൾ തിരിച്ച് തന്റെ ദേശത്തേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുക. അപ്പോഴാണ് അവിടെ ശത്രുവായിട്ടുള്ളവനാണ് ഭരിക്കുന്നതെന്ന് അറിയുമ്പോൾ യോസേപ്പിതാവ് ഭയന്നു എന്നാണ് പറയുന്നത്. യോസേപ്പിതാവ് ഭയക്കുകയാണ്. നമ്മൾ കാണേണ്ട ഒരു കാര്യം, യോസേപ്പിതാവിന്റെ ഭയത്തെ പോലും ദൈവം അനുഗ്രഹമാക്കി മാറ്റുകയാണ്. ആ ഭയത്തിലൂടെ ദൈവം അനുഗ്രഹം വർഷിക്കുന്നതാണ് നമ്മൾ കാണുക. ആ ഭയമുണ്ടായതുകൊണ്ട് ആ ദേശത്തേക്ക് യോസേപ്പിതാവ് പോയില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ബലഹീനതകളിൽ നിന്ന് പോലും നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാനായിട്ട് ദൈവത്തിന് സാധിക്കുമെന്നും യോസേപ്പിതാവിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ബലഹീനതകളും ഒത്തിരി കുറവുകളും ഒത്തിരി വീഴ്ചകളും ഉണ്ടാകാം. ഈ കുറവിൽ നിന്നും, ഈ ബലഹീനതയിൽ നിന്നും, ഈ വീഴ്ചയിൽ നിന്നും നമ്മുടെ ജീവിതത്തെ ഉയർത്തുവാനായിട്ട് ദൈവത്തിന് സാധിക്കും. പ്രിയപ്പെട്ടവരെ, യോസേപ്പിതാവിന്റെ ജീവിതം നമുക്ക് നൽകുന്നത് പ്രത്യാശയുടെ വലിയൊരു സങ്കീർത്തനമാണ്. ആ പ്രത്യാശയുടെ അനുഗ്രഹത്തിന്റെ ആ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. ദൈവത്തെ അധികമായിട്ട് സ്നേഹിക്കാം, മനുഷ്യനെ മാനിക്കാം. കരങ്ങളെ യാചനയോടെ പിടിച്ച് യോസേപ്പിതാവിന്റെ പ്രത്യേക മധ്യസ്ഥതയിലൂടെ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്കും ഇവരുടെ അധ്വാനങ്ങളിലേക്കും ജീവിതത്തിന്റെ വഴികളിലേക്കും അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഈശോയെ, ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് സർവ്വ തിന്മകളെയും ബന്ധനങ്ങളെയും പിശാചിന്റെ ഉപദ്രവങ്ങളെയും നാരകീയ ശക്തികളെയും പൈശാചിക ശക്തികളെയും ദിവ്യകാരുണ്യത്താൽ ബന്ധിച്ച് നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. വിശുദ്ധ യോസേപ്പിതാവിന്റെ മധ്യസ്ഥത വഴി ഇവർ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യോസേപ്പിതാവിന്റെ മധ്യസ്ഥത വഴി ഇവരിലേക്ക് കൃപയൊഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യോസേപ്പിതാവിന്റെ മധ്യസ്ഥത വഴി ഇവിടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.